തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ദേഹാസ്വാസ്യം. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വിവിധ സമയങ്ങളിൽ ചികിത്സയ്ക്കെത്തിയ 8 കുട്ടികളിലാണ് വയറിളക്കവും ഛർദിയും ശ്രദ്ധിക്കപ്പെട്ടത്. ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം വാർഡിൽ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടികളിലാണ് ശാരീരികാസ്വാസ്ഥ്യം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ DMO നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുട്ടികളുടെ കുടുംബങ്ങൾ രംഗത്ത് വന്നു. കുട്ടികൾക്ക് ക്ഷീണമുണ്ടായപ്പോൾ ഡ്യൂട്ടി നഴ്സിനോട് വിവരം പറഞ്ഞെന്നും ഡോക്ടർ പരിശോധനയ്ക്കെത്തിയത് ഇന്ന് ഉച്ചയോടെയാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 2 മണി മുതലായിരുന്നു. 2 മണിക്ക് ഛർദ്ദിച്ചു. അങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴത്തേക്കും നേഴ്സ് പറഞ്ഞു ഡോക്ടറൊന്നുമില്ല, രാവിലെ ആവട്ടെ, രാവിലെ ഇഞ്ചക്ഷൻ എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ ഡ്യൂട്ടി ഡോക്ടറെ വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങൾ അത്രയും നേരം 6 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു മോനെ വെച്ചുകൊണ്ട്. മോന് നല്ല വയറുവേദനയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 മണിയായപ്പോഴത്തേക്കും എല്ലാവരും കൂട്ടത്തിൽ ഇഞ്ചക്ഷൻ എടുക്കും പോലെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത്, റാൻഡാക്കിൻ്റെ ഇഞ്ചക്ഷൻ. നിലവിൽ കുട്ടികളെ പീഡിയാട്രിക് വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറ്റി ചികിത്സ ആരംഭിച്ചു. പീഡിയാട്രിക് വാർഡിൽ കുട്ടികൾക്ക് നൽകാൻ ORS ലായനി കലക്കി വെക്കുന്ന ബോട്ടിലിന് വൃത്തിയില്ലെന്നും കുട്ടികൾ ആവി പിടിക്കാൻ ഉപയോഗിക്കുന്ന ട്യൂബ് ശുചിയാക്കാറില്ലെന്നും പരാതിയുണ്ട്. ഇവരിലാരും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുകയോ ചെയ്തവരല്ല. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചവരുണ്ട്, വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നവരുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഹൈജീനിക്കിൻ്റെ പ്രശ്നമുണ്ട്. നമ്മളിവിടെ ORSൻ്റെ ഇതെടുത്ത് നോക്കിയപ്പോൾ അതിൽ പായൽ വരെ ഇരിപ്പുണ്ടായിരുന്നു. ORS കലക്കിയ ബോക്സ് ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.